ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ടാക്സ് സേവിംഗ് ഫണ്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും മികച്ച ടാക്സ് സേവിംഗ് ഫണ്ട് ഏതാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ടിക്കറ്റ് ടൈപ്പ് ആണ്. ടിക്കറ്റ് ടൈപ്പിൻ്റെ മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ടിക്കറ്റ് ടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കർസർ കൊണ്ടുപോകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്ക്രീനർ എന്ന ഭാഗത്ത് നമ്മൾ വരുന്നു. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് ELSS ഫണ്ടാണ്. ഞാനിവിടെ ELSS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ് ബ്രാക്കറ്റിൽ ELSS. അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാം. 40 ഫണ്ടുകൾ നമുക്കിവിടെ കാണാം. ലോഡ് മോർ എന്ന ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫണ്ടുകൾ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നല്ലൊരു ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യണം. ഒന്നോ അതിൽ കൂടുതലോ ആകാം. അതിനു മുമ്പ് എന്താണ് ELSS ഫണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. ഡൈവേഴ്സിഫൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും കമ്പനികൾ ഉൾക്കൊണ്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ELSS. ടാക്സ് ബെനിഫിറ്റ് കൂടി കിട്ടുന്ന ഒരു ഫണ്ടാണ്. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 80C പ്രകാരമാണ് നമുക്ക് ഈ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. മാക്സിമം ബെനിഫിറ്റ് 1,50,000 രൂപ വരെ നമുക്ക് കിട്ടും. ELSS ഫണ്ടിന് ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ലോക്കിംഗ് പീരീഡ് ആണത്. മിനിമം ലോക്കിംഗ് പീരീഡ് 3 വർഷമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 3 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധാരണഗതിയിൽ ELSS ഫണ്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയാണ്. അതുകൂടാതെ അതിൽ തന്നെ നല്ല റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകൾ ഏതാണ് എന്ന് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനമാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നാൽ 3 വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അത് വൺ ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് 3 വർഷമുള്ളത്. SIPക്കാർക്ക് എങ്ങനെയാണ്? SIPക്കാർക്ക് 3 വർഷമുണ്ട്. നിങ്ങൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഒക്ടോബർ 2022 ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തു. 500 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ മാസം ഇൻവെസ്റ്റ് ചെയ്ത 500 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ എത്രയോ അത് 3 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത മാസവും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. SIPക്കാർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത മാസം ഇൻവെസ്റ്റ് ചെയ്തത് 3 വർഷം കഴിഞ്ഞ് അടുത്ത മാസം മാത്രമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ വർഷം ഡിസംബറിൽ ഒരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. SIP ആയിക്കോട്ടെ. 3 വർഷം കഴിഞ്ഞുള്ള ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരിയിലെ നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് കഴിഞ്ഞും നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്താം. പക്ഷേ SIPക്കാർ ശ്രദ്ധിക്കുക, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും അത് കഴിഞ്ഞിട്ടുള്ള 3 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ 3 വർഷം ലോക്കിംഗ് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ടിൽ സാധാരണയായിട്ട് ആൾക്കാർ ടാക്സ് ഫയൽ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് മാർച്ച് 31. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലാണ് ELSS ഫണ്ടുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. പക്ഷേ അതത്ര നല്ല പ്രവണതയല്ല. നമുക്ക് അതിന് മുമ്പ് തൊട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും നല്ല ഫണ്ട് ഏതാണ് എന്ന് കണ്ടെത്താം. നമുക്കിത് കണ്ടെത്താനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മാർഗ്ഗം 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് കണ്ടെത്തുകയാണ്. റിട്ടേൺ തരുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ ബുദ്ധിപൂർവമായ തീരുമാനം. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നു 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ഏതാണ്. അത് 3 വർഷത്തേന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഈ വിൻഡോയിൽ CAGR 3 years എന്ന് നമുക്കിവിടെ കാണാം. ഇത് 3 വർഷത്തെ ആവറേജ് റിട്ടേൺ ആണ്. അത് 5 വർഷമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കൂടുതൽ കാലയളവിൽ കൂടുതൽ റിട്ടേൺ തരുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ഏറ്റവും മുകളിൽ വരും. അപ്പോൾ ആ ഫണ്ടാണ് ക്വാണ്ട് ടാക്സ് പ്ലാൻ. ഇത് 3 വർഷത്തെ CAGR 42.55% വളരെ വലിയ റിട്ടേൺ ആണ്. അതുപോലെ തന്നെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നാണ് AUMൻ്റെ ഫുൾ ഫോം. എത്ര കോടി ക്യാഷ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് AUM കൊണ്ട് അർത്ഥമാക്കുന്നത്. 1787 കോടി ക്യാഷ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ, AUM കൂടിയിരിക്കുന്നതാണോ AUM കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും AUM കൂടിയിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് എക്സ്പെൻസ് റേഷ്യോ 0.57%. എക്സ്പെൻസ് റേഷ്യോ എല്ലാവർക്കും അറിയുന്നതാണ്. അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. ഒരു വർഷത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിൽ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ആ ഫണ്ട് ഹൗസ് എത്ര രൂപയാണോ അവരുടെ കമ്മീഷനായിട്ട് ഈടാക്കുന്നത്. കമ്മീഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്കുകൾ ആവശ്യമുള്ള സമയത്ത് വാങ്ങുകയും അല്ലാത്തപ്പോൾ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരൊരു ജോലി ഇതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് നമ്മളൊരു
ഫീ പോലെ നമ്മൾ വർഷം കൊടുക്കുന്ന പൈസ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇത്ര ശതമാനമാണ് കൊടുക്കുക. അതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. എക്സ്പെൻസ് റേഷ്യോയുടെ കേസിൽ അത് കൂടി നിൽക്കുന്നതാണോ കുറഞ്ഞു നിൽക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും കുറഞ്ഞു നിൽക്കുന്നതാണ്. അതിൽ തന്നെ 1 താഴെ നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ SBIയുടെ ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ 2.60 വളരെ വലിയ എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇവിടെ 42% റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം SBIയിൽ അത് 34.72% ആണ് റിട്ടേൺ കിട്ടുന്നത്. പിന്നെ അടുത്തതും SBIയുടെ മറ്റൊരു ഫണ്ടാണ്, അതിന് 34.20. അടുത്തത് സുന്ദരത്തിൻ്റെയാണ് 32.40. ഇവിടെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ നോക്കാം. ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാത്തിൻ്റെയും എക്സ്പെൻസ് റേഷ്യോ 1 മുകളിലാണ്. നല്ല റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകളിലൊക്കെ എക്സ്പെൻസ് റേഷ്യോ 1 മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഫണ്ട് ക്വാണ്ട് ടാക്സ് പ്ലാൻ ആണ്. ഇനി നമുക്ക് 5 വർഷത്തെ റിട്ടേൺ നോക്കണം. പക്ഷേ നമ്മൾ ഈ വിൻഡോയിൽ 5 വർഷത്തെ ഒരു ചാർട്ട് നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ഫിൽറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 5 വർഷത്തെ CAGRഉം 10 വർഷത്തെ CAGR ഒക്കെ എടുത്ത് നോക്കാവുന്നതാണ്. 10 വർഷത്തെ CAGR ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം CAGR 10 years. അതുപോലെ തന്നെ 5 വർഷത്തെ നമുക്ക് കാണാം. അടുത്തായിട്ട് നമുക്ക് 5 വർഷത്തെ നോക്കാം. നോർമലി നോക്കുന്ന 5 വർഷമാണ്. ഇപ്പോൾ CAGR 5 years നമുക്ക് നോക്കാം. ഇനി ഡണ്ണ് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ബോക്സ് കൂടി ആഡായിട്ടുണ്ട്. അത് CAGR 5 year ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ ഏറ്റവും മുകളിൽ വരും. നമുക്ക് നോക്കാം. SBIയുടെ ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ട് 3, ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 5 വർഷത്തെ 23.87%. പക്ഷേ എക്സ്പെൻസ് റേഷ്യോ നോക്കൂ, 2.60%. ഇത്രയും റിട്ടേൺ കിട്ടിയാലും ഈ 2.5% മുകളിൽ എക്സ്പെൻസ് റേഷ്യോ പോകുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയും നല്ല റിട്ടേൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീണ്ടും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫണ്ട് ഇവിടെ വന്നിരിക്കും നോക്കുക, ക്വാണ്ട് ടാക്സ് പ്ലാൻ. ഇതിൻ്റെ റിട്ടേൺ 23.45%. എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. അതുപോലെ തന്നെ AUM നോക്കൂ, ഈ 2 ഫണ്ടുകളും തമ്മിലുള്ള AUM SBIയിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, 30.99 കോടി. പക്ഷേ ക്വാണ്ടിൽ നമ്മൾ നേരത്തെ കണ്ടു 1787 കോടിയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. മറ്റൊരു നല്ല ഫണ്ടാണ് കാനറ റോബ് ഇക്വിറ്റി ടാക്സ് സേവർ ഫണ്ട്. ഇതിൻ്റെ AUM വളരെ കൂടുതലാണെങ്കിലും 3 വർഷത്തെ റിട്ടേണും 5 വർഷത്തെ റിട്ടേണും താരതമ്യം കുറവാണ്. മറ്റൊരു നല്ല ഫണ്ടാണ് മിറായി അസറ്റ് ടാക്സ് സേവർ ഫണ്ട്. ഇതിൻ്റെ AUM വളരെ കൂടുതലാണ്, 12,924 കോടിയാണ്. പക്ഷേ റിട്ടേൺ താരതമ്യം കുറവാണ്. എന്ന് വെച്ച് ഈ ഫണ്ട് മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാർ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് AUM ഈ ഫണ്ടിൽ വളരെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്, 0.50% ആണ്. കൂടുതൽ ആൾക്കാരും ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതൊരു കാരണമാകാം. 15 വർഷത്തെ റിട്ടേൺ നമുക്ക് 15.51% നമ്മളിവിടെ കാണുന്നത്. റിട്ടേൺ നോക്കിയും AUM നോക്കിയും എക്സ്പെൻസ് റേഷ്യോ ഒക്കെ നോക്കിയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് ക്വാണ്ട് ടാക്സ് പ്ലാനാണ്. ഇനി നമുക്ക് 10 വർഷത്തെ CAGR ഒന്ന് നോക്കാം. നമ്മൾ ആഡ് ഫിൽറ്റർ എന്ന ഭാഗത്ത് പോയി CAGR 10 year എന്ന് ഉള്ള ഭാഗത്ത് ടിക്ക് ചെയ്തു, ഡൺ കൊടുത്തു. പുതിയ ഒരു ബോക്സ് വന്നിട്ടുണ്ടെങ്കിലും ആ ബോക്സ് എംപ്റ്റി ആണ്. നമ്മുടെ ക്വാണ്ട് ടാക്സ് പ്ലാനിലും ആ ബോക്സ് എംപ്റ്റി ആണ്. ഒരുപക്ഷെ ആ ഫണ്ട് വന്നിട്ട് 10 വർഷമായി കാണില്ല. അങ്ങനെയാണെങ്കിലും ഇത് എംപ്റ്റി ആവാം. ഒരു ഫണ്ട് നമുക്കിവിടെ കിട്ടി, ക്വാണ്ടം ടാക്സ് സേവിങ് ഫണ്ട്. അതിൽ മാത്രമേ ഉള്ളൂ, അത് നേരത്തെ ഉള്ള ഒരു ഫണ്ടായിരിക്കാം. AUM കുറവാണ്, 108 കോടിയാണുള്ളത്. 3 വർഷത്തെ CAGR 15 5 വർഷത്തെ 8.71, 10 വർഷത്തെ 12.34. അപ്പോൾ ഈ 10 വർഷത്തെ മിക്കവാറും ആൾക്കാർ നോക്കാത്തതിന് കാരണം മിക്ക ഫണ്ടുകളും 10 വർഷം ആയിട്ടുണ്ടാവില്ല. വളരെ പഴയ ഫണ്ടുകളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് 3 വർഷത്തെയും 5 വർഷത്തെയുമാണ്. 5 വർഷത്തെ തന്നെ നമുക്കൊന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് ക്വാണ്ട് ടാക്സ് പ്ലാനാണ്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ വിൻഡോ ഒന്ന് വലുതാക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ, റിട്ടേൺസ് നമ്മളിവിടെ നോക്കുന്നു. മറ്റ് ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല റിട്ടേൺ ആണ് ഈ ഫണ്ടിൽ കിട്ടുന്നത്. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. FDനെ കഴിഞ്ഞും നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ റെഡ് ഫ്ലാഗ് ലിസ്റ്റിൽ പെട്ടിട്ടില്ല. എല്ലാം പോസിറ്റീവാണ്. ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഫണ്ടാണ് ഇത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റഡി നടത്താം. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ലോക്ക് ഇൻ പീരീഡ് 3 years ആണ്. എക്സിറ്റ് ലോഡൊന്നുമില്ല. SIP അലൗഡ് ആണ്. 500 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് SIP. ബെഞ്ച് മാർക്ക് നിഫ്റ്റി 500 ആണ്. നിഫ്റ്റിയിലെ ഏറ്റവും വലിയ 500 കമ്പനികൾ. 1,00,000 മുകളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യറിൽ 1,00,000 മുകളിൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10% ടാക്സ് നമ്മൾ അടയ്ക്കണം. സാധാരണഗതിയിൽ ഇപ്പോൾ 50,000 1,00,000 ഒക്കെ ഇട്ട ആൾക്ക് 1,00,000 മുകളിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. 10% ടാക്സ് നമ്മുടെ FDയിലൊക്കെ ഉണ്ടല്ലോ,
FD നമ്മൾ ഈ 10% ടാക്സ് നമുക്ക് അടയ്ക്കണമല്ലോ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. 1,00,000 മുകളിൽ റിട്ടേൺ കിട്ടാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. ഫണ്ട് മാനേജേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AMC കമ്പനി ഏതാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് AMC കമ്പനിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പല ബ്രോക്കിംഗ് ഫേമിലും നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. മിക്കവാറും എല്ലാ ബ്രോക്കിംഗ് ഫേമിലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ AMC കമ്പനി ക്വാണ്ട് മണി മാനേജേഴ്സ് ലിമിറ്റഡ് QMML എന്നാണ് AMC കമ്പനിയുടെ പേര്. 15 മ്യൂച്വൽ ഫണ്ടുകൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ AUM 12,348.78 കോടിയാണ്. ഇത് നമ്മളൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്താലും മതി കേട്ടോ. ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ക്വാണ്ട് ടാക്സ് പ്ലാൻ ഹൗ ടു ഇൻവെസ്റ്റ് എന്നോ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പേര് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. 1995 ഡിസംബർ 12 ഈ കമ്പനി നിലവിൽ വന്നത്. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ള കമ്പനിയാണ്. ബാക്കി റിട്ടേണും കാര്യങ്ങളും ഒക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ടിക്കറ്റ് ടൈപ്പിൽ അവൈലബിൾ ആണ്. ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്യാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കൂടുതൽ അപ്ഡേഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടിക്കറ്റ് ടൈപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.